കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കുമ്പനാട്ട് ശാപവിമുക്തി ശുശ്രൂഷയുടെ ഇടയിൽ നിന്നും സൗഖ്യമായവരുടെ കൈയായി കാണുന്നത്, അതേ തളർന്നു വരുന്നവർ ഓടുന്നു. ഹല്ലേലൂയ. അത്ഭുത സൗഖ്യത്തിന്റെ മധ്യത്തിൽ ഇതേ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ബദ്ധന്മാരെ വിടുവിപ്പാനും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാനും പീഡിതന്മാരെ മുഴുവൻ സ്വതന്ത്രരാക്കുവാനുമാ. ആ യേശു 2000 വർഷം മുമ്പ് കഴിഞ്ഞു പോയൊരു കഥയല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും മതമോ സമൂഹമോ സഭയോ നോക്കാതെ യേശുവേ എന്ന് വിളിക്കുന്ന ഏതൊരു വ്യക്തിയെയും സൗഖ്യമാക്കുമെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം ഈ യേശുവിനെ ഒരു പ്രത്യേക സഭയല്ല, മതത്തെയല്ല, ഈ യേശുവിനെ കേരളം മുഴുവൻ അറിയണം, ഭാരതം മുഴുവൻ അറിയണം, ലോകം മുഴുവൻ അറിയണം. ആര് ഈ യേശുവിന്റെ നാമം വിളിച്ചാലും അത്ഭുതപ്പെടുതൽ ലഭിക്കണം. എന്തായിരുന്നു പ്രയാസം? കഴിഞ്ഞ 1 വർഷം മുമ്പ് കുറെ ആളുകൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചു. ഞാൻ മദ്യനിരോധന സമിതിയിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. നാട്ടിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം നമ്മുടെ ഈ L1, L4, L5 തുടങ്ങിയ ഈ നട്ടലിന്റെ ഡിസ്കിന് ക്ഷതം സംഭവിച്ച് അത് സുഷ്മന നാഡിയിലൊരു വന്ന് തള്ളി നിന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടന്നു. അതുകൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അതുകൊണ്ട് ഇതിന്റെ അരയ്ക്ക് ഭാഗത്തേക്ക് തളർന്നു പോയിരുന്നു. തളർന്നു പോയിരുന്നു. ആ സമയത്ത് മൂത്രമൊന്നും പോവില്ല, മരം പോവില്ല. അതിന് ട്യൂബ് ഇട്ടുകയായിരുന്നു. ഇപ്പോഴും ട്യൂബ് ഉണ്ട്. ഇപ്പോഴും ട്യൂബ് ട്യൂബ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഈ സഞ്ചിയുമായിട്ടാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്റെ ശരീരത്തിലൊരു പെട്ടെന്നൊരു ഐസ് മാതിരി ഒരു തണുത്ത ഒരു കംപ്ലീറ്റ് ഇറങ്ങി വന്നു. അതിനുശേഷം എനിക്ക് ഇവിടെ എഴുന്നേറ്റ് ചാടാൻ സാധിച്ചു. ഞാൻ കണ്ടു ബ്രദർ അവിടെ നിന്ന് ചാടുന്ന കണ്ടു. അതെ, എനിക്ക് ഒരു കാലം ഉയർത്തി കഴിഞ്ഞാൽ മറ്റൊരു കാലിലെ ബാലൻസ് കിട്ടില്ല, മറിഞ്ഞു വീഴുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ 2 കാലം ഉയർത്തി എനിക്ക് ചാടാൻ സാധിച്ചു. ഇപ്പം പ്രയാസം തോന്നുന്നില്ല, ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഒന്നുകൂടെ ചാടി നോക്കിക്കേ. അങ്ങോട്ടും നടന്നേ. തിരിച്ചു വന്നാട്ടെ, തിരിച്ചു നടന്നാട്ടെ. ഓടുക. സ്റ്റേജിൽ കയറി ബ്രദറെ, എന്ത് വ്യത്യാസ ഫീൽ ചെയ്യുന്നത്? എനിക്ക് എന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് എന്തോ ഒരു തണുപ്പ് ബാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. 2.5 മാസമായിട്ട് ഞാൻ പറ്റക്കടപ്പിലായി. ഇപ്പം വന്ന പോലെ അല്ല, ഒരുപാട് മാറ്റം. നല്ല ബലമായോ? ഇപ്പൊ എനിക്ക് ചാടാനൊക്കെ ഉള്ള ശക്തി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പറ്റില്ലായിരുന്നു. കാര്യം അടിച്ചു നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. പിതാവാണോ? ഇപ്പം കണ്ടിട്ട് മാറ്റം വല്ലതും തോന്നുന്നുണ്ട്? വളരെ മാറ്റമുണ്ട്. വന്ന പോലെ അല്ല. ഞങ്ങൾ എടുത്താണ് പൊക്കുന്നത്. ഇവിടെ എന്തോ പറഞ്ഞ വീൽ ചെയറല്ല പറയുന്ന ഫ്രണ്ടിൽ കൊണ്ടുവന്നേ. വീൽ ചെയറിൽ ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഇതിലെ ഓടുന്നത്. ഒന്നോടൊന്ന് ഓടിക്കാൻ ബ്രദറെ. വീൽ ചെയറെ വന്നയാളാ. സ്തോത്രം. യേശു ഈ മകനെ സൗഖ്യമാക്കിയിരിക്കുക. പോയി ഡോക്ടറെ കാണണം, ഈ ട്യൂബൊക്കെ മാറ്റാം. ഒരു കുഴപ്പമില്ല, ഒരു സൗഖ്യമല്ല തന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണികളും അതാതിന്റെ സ്ഥാനത്ത് പോയി എല്ലാ കർത്താവെ യൂറിനറി ബാഗ് ഒക്കെ നീക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ഈ മകനാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളെ ഉപദ്രവിച്ചവരോട് അങ്ങ് ക്ഷമിക്കണം. ശരി, ക്ഷമിച്ചു. അന്നേരം നമ്മുടെ ആന്തരികമായ ഒരു സൗഖ്യം കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഈ വ്യക്തി ഇവിടെ
ഇന്നലെ ഇവിടെ വീൽ ചെയറിൽ വന്ന ഒരു വ്യക്തിയാണ്. ട്യൂബിട്ട് യൂറിൻ ബാഗ് സൈഡിൽ വീശിക്കൊണ്ട് നടക്കുമായിരുന്നു. വീൽ ചെയറിലാ വന്നേ. അതിന്റെ കാരണം പത്ര റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഇടിച്ച് ശരിയാക്കി നട്ടലിന് ക്ഷതം വന്നാ ഇവിടെ വന്നത്. എന്നാൽ ഇന്നലെ ദൈവം മഹത്വം ഇവിടെ ഇറങ്ങിപ്പോ പൂർണ്ണ സൗഖ്യമായി. ട്യൂബെല്ലാം മാറ്റി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. മർദ്ദനമുണ്ടായപ്പോൾ മാധ്യമ പത്രത്തിൽ ഫോട്ടോ അടക്കം വന്ന അദ്ദേഹം സമൂഹം സമ്മാനിച്ച ദുരിതക്കിടക്കയിൽ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ബുക്ക ആദ്യം ഒരു ചീട്ടായിരുന്നു, പിന്നെ ഒരു ബുക്കായി. പക്ഷെ കർത്താവ് പ്രതികൂലവും വിരോധമായ എല്ലാം മായിച്ച് വീൽ ചെയറിൽ എഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല ട്യൂബും മാറ്റി. കർത്താവ് എത്ര പേര് പറയും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു? പരിശുദ്ധാത്മാവുണ്ട്, കൃപാവരമുണ്ട്, ദൈവവചനം വള്ളിയും പുള്ളിയും മാറത്തില്ല. യേശു വീണ്ടും വരും നിശ്ചയം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? ഞാനിവിടെ ട്യൂബ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ട്യൂബിന്റെ പുറത്തൂടെ മൂത്രം പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഉടുത്തിരുന്ന മുണ്ട് നനഞ്ഞു. ആ സമയത്ത് ഒരു സഹോദരൻ എന്റെ പുറകിൽ നിന്ന് എപ്പോഴും പറയുമായിരുന്നു, സഹോദരൻ സൗഖ്യം കിട്ടും, പേടിക്കണ്ട, ദൈവം ഇവിടെ ഉണ്ട്, സൗഖ്യം കിട്ടും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ വന്നിരുന്ന ഒരു സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ ഒരു വളരെ ശക്തി ലഭിച്ചിട്ട് ഒരു തണുപ്പ്, ശരീരം കംപ്ലീറ്റ് ഒരു തണുപ്പ് വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നോട് നടക്കാൻ പറഞ്ഞപ്പോ ഞാൻ നടന്നു. അപ്പൊ എന്റെ ഉള്ളിൽ പറഞ്ഞു ഓടാൻ പറഞ്ഞു. ഞാൻ ഓടി. ഇന്നലെ ഞാൻ ഓടി, സന്തോഷത്തോടെ പോയി. ട്യൂബ് എവിടെ മാറ്റി? ട്യൂബ് ഇന്നലെ ഇവിടെ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ പോയി. മൂത്രം പോകാൻ കുഴപ്പമില്ല. ഇപ്പൊ ശക്തിക്ക് നമ്മളൊന്ന് ഇത് പിടിക്കുമ്പോ മൂത്രം തന്നെ പോകുന്നുണ്ട്. മറ്റേത് ട്യൂബ് എടുത്താലും തളർച്ച മാറി. കാലിലെ അരക്ക് കീഴെയുള്ള തളർച്ച പൂർണ്ണമായി മാറി. ഒന്ന് ഓടി കാണിക്കാവോ? ഇത്ര നാളും തളർന്നിരുന്ന ആളല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ കർത്താവേ, എന്റെ യേശുവാ മതി, എന്റെ യേശുവേ, എന്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്റെ യേശുവാ മതി. സഹോദരി എന്തായിരുന്നു പറഞ്ഞേ? കം സഹോദരിയുടെ കാലിൽ കാണിച്ചല്ലോ, അവിടെ വളരെ വ്രണം പോലെ ഇരിക്കുന്നു. ഈ കാലിൽ വ്യക്തമായിട്ട് കാണാം, ഇവിടെ മുഴുവൻ വ്രണമായിട്ട് പൊട്ടി ഒഴുകുമായിരുന്നു. അതുകൊണ്ടോ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചൊറി വരുന്നു. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര പ്രയാസമായിരുന്നു. ഇത് ദേഹം മൊത്തം പടരുവോന്ന് പറഞ്ഞു. ഇവിടെ കാണാം ഈ മാർക്കുകള്, ഇവിടെ ഉണങ്ങിയ പാടുകൾ. ഡ്രസ്സിൽ ഈ ചുരിദാറിൽ മുഴുവൻ പാടായിട്ട് കാണാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ സംഭവിച്ചത്? എനിക്ക് ദൈവം തൊട്ട പോലെ ഒരു ചൂട് പോലെ അവിടെ തോന്നി. അതോടെ അത് ഉണങ്ങിയ പോലെ ഉണ്ട്, ഒരു ഉണങ്ങിയ അനുഭവം ഉണ്ട്. ഉണങ്ങി അത് പൂർണ്ണമായി മാറി. ഇത് വ്യാധിയാ. ഇത് അവിടെ ട്രീറ്റ് ചെയ്താൽ ഇവിടെ പോകും, ഇവിടെ ട്രീറ്റ് ചെയ്താൽ അപ്പുറത്ത് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഓൾറെഡി മാർച്ച് വരാൻ തുടങ്ങി. ഇനിയും ഇത് ഇവിടെ ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നീ കൊടുത്ത വിടുതലിനായി സ്തോത്രം. അത് നിലനിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു. ഓ വാട്ട് എ ഗ്ലോറി ഇൻ ദിസ് പ്ലേസ്. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിൽ നിന്നും ഈ വ്യാധി പൂർണ്ണമായി മാറി. ഇത് പുറത്തു വന്നത് ഒരു വ്രണമായിട്ടാണെങ്കിൽ അതിനെ പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് വിട്ട് മാറി യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുകയാണ്. ഇവിടെ എന്നാ സംഭവിച്ചേ? വേദനയായിരുന്നു, കുനിയാൻ പറ്റത്തില്ല. ഒരു മാസത്തോളമായി ഞാൻ കുളിക്കാനായാലും കൈകൊണ്ടുള്ള വെള്ളം പോലും എനിക്കെടുത്ത് തലയിൽ ഒഴിക്കാൻ മേലാത്ത വേദനയായിരുന്നു. ഇവിടെ വരുമ്പോഴും
പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എന്റെ ദേഹത്ത് എന്തോ